ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ നമ്മുടെ കാവേരി തൻ്റെ ജോലി നഷ്ടപ്പെട്ട കാര്യം ശാരദയെ അറിയിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇപ്പം ശാരദ അതുകൂടി അറിഞ്ഞാൽ തനിക്ക് ഒരു സമാധാനവും തരില്ല എന്ന് കാവേരി വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞൊന്ന് ശാന്തമായിട്ട് പറയാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഇതൊന്നും അറിയാതെ കാവേരിക്ക് ആഹാരവുമായിട്ട് ടീ കപ്പ് റിസോർട്ടിലേക്ക് ചെല്ലുകയാണ് ശാരദ. അവിടെ ശാരദയെ കാണുമ്പോൾ തന്നെ നിവിനാണ് ഇന്ന് തന്നോട് പറഞ്ഞ വാക്കുകൾ കൂടി രാജേശ്വരിയുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് കാവേരിയോട് വല്ലാത്തൊരു പക തോന്നുകയാണ് രാജേശ്വരിക്ക്. തൻ്റെ മകൻ തന്നെ എതിർത്ത് സംസാരിച്ചതുപോലും അവൾക്ക് വക്കാലത്തുമായിട്ടാണ് എന്നൊരു തോന്നല് കാവേരിയോട് കൂടുതൽ ദേഷ്യം തോന്നിക്കാൻ കാരണമാവുക. അപ്പം ശാരദയെ കാണുമ്പോൾ ചോദിക്കും, അല്ല ശാരദ എന്താ ഈ വഴിക്കൊക്കെ എന്ന് രാജേശ്വരി ചോദിക്കും കേട്ടോ, ഒന്നും അറിയാത്ത പോലെ. അല്ല കാവേരി ഇവിടെയല്ലേ ജോലി ചെയ്യുന്നത്, ഞങ്ങൾക്കൊരാവശ്യം വന്നപ്പം കാവേരിയോടുള്ള ദേഷ്യമൊക്കെ മറന്ന് രാജേശ്വരി അല്ലേ ഞങ്ങൾക്ക് ജോലി തന്നെ, അതിനൊരു നന്ദി പറയാനായിട്ടാണ് വന്നത് എന്ന് പറയാം. ശാരദ എന്നെ കളിയാക്കുവാണോ എന്ന് അപ്പോൾ രാജേശ്വരി ചോദിക്കും. അയ്യോ അതെന്താ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കുക. അല്ല, ഞാൻ ജോലി തന്നതിനുള്ള കൂലി അവൾ എനിക്ക് തരികയും ചെയ്തല്ലോ. ഈ റിസോർട്ടിൽ വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാം അവൾ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് വരുമായിരുന്നല്ലോ. എന്നിട്ടിപ്പം എന്താ എന്നെ കളിയാക്കാനായിട്ട് ശാരദ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്ങനെ എന്നെ ചതിച്ചൊരുത്തിക്ക് ഞാനിവിടെ ജോലി കൊടുക്കും എന്ന് ശാരദയ്ക്ക് തോന്നുന്നുണ്ടോ? അവർക്ക് ഇപ്പം ഇവിടെ ജോലിയില്ല, കൂലിയില്ല. എന്നെ ചതിച്ച അവക്ക് ഞാനിവിടെ ജോലി തുടർന്നും കൊടുക്കുമെന്ന് ശാരദയ്ക്ക് തോന്നുന്നുണ്ടോ? അപ്പം മകൾ ശാരദയോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നല്ലേ? ഈ ടീ കപ്പ് റിസോർട്ടിൽ നിന്ന് അവളെ ഞാൻ പുറത്ത് ചാടിച്ചു, അവൾക്കിവിടെ ജോലിയും കൊടുക്കില്ല, അടിച്ചു പുറത്താക്കിയെന്ന് തന്നെ പറയാം. എന്നെ ചതിച്ചിട്ട് ഒരുത്തിയും എൻ്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്നത് ഞാൻ സഹിക്കത്തില്ല എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ശാരദയ്ക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പം കാവേരി ഇപ്പം ഇവിടെ ജോലി ചെയ്യുന്നില്ലേ എന്ന് ശാരദ അപ്പം ചോദിക്കുക. അതല്ലേ ഞാൻ പറഞ്ഞത്, അരവിന്ദേട്ടനോട് എനിക്കൊരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അരവിന്ദേട്ടൻ്റെ മക്കൾക്ക് ആ ഒരു സ്വഭാവമൊന്നും ഇല്ലെന്ന് എനിക്കിപ്പം മനസ്സിലായി. ഏത് വഴിയും പണം ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നൽ മാത്രമേ അവളെപ്പോലുള്ളവർക്കുള്ളൂ. ഇനിയിപ്പം ശാരദ ഇവിടെ നിന്ന് സമയം കളയണോ? ശാരദ ഇവിടെ നിന്ന് കാല് കഴിക്കണമെന്നില്ല. മകൾക്ക് വേണ്ടി ഒത്താശയുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരികയും വേണ്ട. ഇനി അവളെപ്പോലെ ഒരു ചതി ചെയ്യുന്നവർക്ക് ഈ റിസോർട്ടിൽ ഞാൻ ജോലി കൊടുക്കുകയില്ല. ഈ റിസോർട്ടിൽ മാത്രമല്ല, ഈ നാട്ടിലുള്ള ഒരു റിസോർട്ടിലും കൊടുക്കില്ല. അല്ല ശാരദ, ഇന്നലെ നിങ്ങളുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് അറിഞ്ഞല്ലോ. കണ്ട നാട്ടിൽ കിടക്കുന്ന ആണുങ്ങളെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറി താമസിപ്പിച്ചത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പെൺകുട്ടികളായാലേ അടക്കവും ഒതുക്കവും വേണം. അല്ലാതെ മക്കളെ ഈ രീതി വളർത്തി വിട്ട് കഴിഞ്ഞാൽ പെൺപിള്ളേർ കാരണം അമ്മയുടെ തല എപ്പോഴും കുനിച്ച് നിൽക്കാനേ സമയം കാണുള്ളൂ എന്ന് പറയട്ടോ. ഇത് കേൾക്കുമ്പോൾ ശാരദയ്ക്ക് വല്ലാത്ത നാണക്കേട് തോന്നുവാണേ. തല കുനിച്ചുകൊണ്ട് തന്നെ ശാരദ അവിടെ നിന്ന് ഇറങ്ങുക. കാവേരിയോട് വല്ലാത്ത ദേഷ്യവും തോന്നുക. കാവേരിയോടുള്ള മുഴുവൻ ദേഷ്യവും ശാരദയുടെ അടുത്തേക്ക് തീർത്തിട്ടാണ് രാജേശ്വരി ശാരദയെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പം തന്നെ ശാരദയെ കാണാനായിട്ട് ജയപാലനും വരികയാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കണം, എങ്ങനെയും ഗംഗയുടെ കല്യാണം നടത്തി എടുക്കണം ഈ അവസരത്തിൽ തന്നെ. കാവേരി ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന സമയം ഇത് എന്ന് ജയപാലന് നല്ല തീർച്ചയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ കിട്ടിയ അവസരം നോക്കി അയാൾ വീട്ടിലേക്ക് വരുന്നത്. ശാരദേ, നിന്നോടൊന്ന് കണ്ട് സംസാരിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. കാവേരിയുടെ ഈ എടുത്തുചാട്ടം കുറയ്ക്കണമെന്ന് ഞാൻ പലപ്പോഴും പറയുന്നതാ. എന്നതൊക്കെയാണ് നിങ്ങളെപ്പറ്റി ഈ നാട്ടിൽ പറയുന്നത്? അരവിന്ദൻ്റെ കുടുംബം എന്ന് പറയുമ്പം ഇവിടെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ പോയതോടുകൂടി പെമ്മക്കളെല്ലാം തോന്നിയ പോലെ ജീവിക്കുന്നതെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. അല്ല, ഹോം സ്റ്റേ എന്ന പേരിൽ ലൈസൻസ് പോലും എടുക്കാതെ കണ്ട നാട്ടിലെ ആണുങ്ങളെ വീട്ടിൽ കയറ്റി താമസിക്കുന്നതിനെ ഈ നാട്ടിൽ പറയുന്ന പേര് വേറെയാ എന്ന് പറയൂട്ടോ. അത് കേൾക്കുമ്പം ശാരദയ്ക്ക് തൊലി ഉരിഞ്ഞു പോകുന്ന പോലെ തോന്നുക. അപ്പോൾ ചോദിക്കും, ജയബാലേട്ടൻ അറിയില്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കും കേട്ടോ. എൻ്റെ പൊന്നു ശാരദേ, ഞാൻ അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലേ, എനിക്ക് നിങ്ങളെപ്പറ്റി എല്ലാം അറിയാം. എൻ്റെ അരവിന്ദിൻ്റെ കുടുംബം അല്ലേ എന്ന് ഓർത്തിട്ടാ എന്നോട് ഒരു പരിഗണനയും കാണിക്കാത്ത ഈ കുടുംബത്തിലേക്ക് ഞാൻ വീണ്ടും വീണ്ടും വലിഞ്ഞു കയറി വരുന്നത്. എങ്ങനെയെങ്കിലും നിങ്ങളൊന്നും ജീവിച്ചു പൊയ്ക്കോട്ടെ, ഒരാൺതുണി ഇല്ലാത്ത വീടല്ലേ. അങ്ങനെ കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അരവിന്ദൻ്റെ ആത്മാവ് പോലും എന്നോട് സഹിക്കില്ലെന്നേ എനിക്ക് നല്ല ധാരണയുണ്ട്. ഇങ്ങനൊരു ഹോം സ്റ്റേ തുടങ്ങിയപ്പോൾ ആ കാര്യം എന്നെ ഒന്ന് അറിയിക്കാനെങ്കിലും ശാരദയ്ക്ക് തോന്നിയോ? മക്കൾ പോട്ടെ എന്ന് ചോദിക്കുക. എൻ്റെ ജയബാലേട്ട, ഞാൻ പറയുന്നത് എന്തെങ്കിലും അനുസരിക്കുന്നതാണോ ഇവിടുത്തെ കുട്ടികൾ എന്ന് ചോദിക്കുക. ആ കാവേരി അവൾ ഞാൻ പറയുന്നത് ഒന്നും അനുസരിക്കില്ല. ഇപ്പം രാജേശ്വരി അവൾക്ക് കൊടുത്ത ജോലിയും കളഞ്ഞിട്ട് അവൾ നടക്കുക. അവൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നതെന്ന് എനിക്കൊരു എത്തും പിടിയില്ല. എല്ലാത്തിനും ശാരദയെ ഞാൻ കുറ്റം പറയുള്ളൂ. പെമ്മക്കളായാലേ ഒരു കടിഞ്ഞാൻ വേണം. അതുങ്ങളെ ഇങ്ങനെ അഴിച്ചുവിട്ട് വളർത്തിയാൽ ഇതുപോലൊക്കെ തോന്നിയ പോലെ പ്രവർത്തിക്കും. ഇതിപ്പം എല്ലാ പെൺകുട്ടികളെ പറ്റി എത്ര മോശമായിട്ടാണ് നാട്ടുകാർ പറഞ്ഞു പരത്തുന്നത് എന്ന് പറയണം കേട്ടോ. അപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്
കാവേരിയും വരുന്നത്. അപ്പോൾ ജയപാലൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ കാവേരി അവിടെ തന്നെ നിന്ന് കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം എത്രയും വേഗം ഗംഗയുടെ കല്യാണം നടത്തണം. ഈ വീട്ടിൽ ഒരു ആൺതുണ വന്നു കഴിയുമ്പം കാവേരിക്കൊക്കെ ഒരു ഒതുക്കം വന്നോളൂന്നേ. പിന്നെ അവൻ്റെ നിയന്ത്രണത്തിലാണ് ആയിരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ആൺതുണ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാ. ശാരദ എത്രയും വേഗം ഈ ബന്ധം നടത്താൻ നോക്ക്. ഗംഗയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമാണ്, നല്ല കാശുകാരുവാ. ഗംഗയ്ക്ക് സൗഭാഗ്യത്തോടു കൂടി അവിടെ ജീവിക്കും. അപ്പം ശാരദ പറയും, ജയബാലേട്ട ചെറുക്കന് കുറച്ച് പ്രായക്കൂടുതലില്ലേ ഗംഗയെക്കാളും എന്ന് ചോദിക്കാം. അതൊക്കെ ഒരു പ്രായമാണ് ശാരദ. നമ്മളുടെ കാലത്തൊക്കെ കല്യാണം കഴിച്ചിരുന്നതും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. പെണ്ണിനെക്കാളും എത്ര വയസ്സിന് മൂത്ത ചെറുക്കന്മാരെയാ അന്നൊക്കെ കെട്ടിക്കൊണ്ടിരുന്നത്. ശാരദയും അരവിന്ദനും തമ്മിൽ എത്ര വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് എന്ന് ചോദിക്കുക. അതുപോലാണോ ഇത്? ഗംഗയുടെ അച്ഛൻ്റെ പ്രായം തോന്നില്ലേ അയാൾക്ക് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്ത് പ്രായം? അവന് മുടിയില്ലാത്തത് കൊണ്ട് ഇച്ചിരി പ്രായം അധികം തോന്നുന്നതാ, അല്ലാതെ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല. ശാരദയെ വന്നു കയറിയ മഹാലക്ഷ്മിയെ ഇറക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. ഗംഗയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമാണ് ഇത്. ഈ ബന്ധം നടന്നു കഴിഞ്ഞാൽ ഗംഗ മാത്രമല്ല രക്ഷപ്പെടാൻ പോകുന്നത്, ഇളയതുങ്ങളും രക്ഷപ്പെടും. പിന്നെ അവരുടെ കാര്യവും അവൻ തന്നെ നോക്കിക്കോളൂ എന്ന് എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ ആ കുടുംബക്കാർ. അത്രയ്ക്ക് സ്വത്തും ആസ്തിയും ഒക്കെ ഉള്ളവരാ. യമുനയ്ക്കൊക്കെ പഠിച്ച് കളക്ടർ ആവണമെന്നൊക്കെയല്ലേ ആഗ്രഹം. അതിനൊക്കെ എന്താ ചിലവെന്നറിയാവോ? ശാരദ തന്നെ വിചാരിച്ച ഇതൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ നീള അവളുടെ പഠിപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. കാവേരിയുടെ ഈ സ്വഭാവം വെച്ചുകൊണ്ട് ഇവൾ വീണ്ടും എന്തെങ്കിലും അബദ്ധത്തിൽ പോയി ചാടത്തേ ഉള്ളൂ എന്ന് പറയാണ് കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് ഇവിടെ കാവേരി നിൽക്കുക. കാവേരിക്ക് തന്നെ പറ്റി പറഞ്ഞ് കേൾക്കുമ്പോൾ ദേഷ്യം വരിക. അമ്മ വീണ്ടും വീണ്ടും ഈ ചതിയൻ്റെ വലയിൽ പോയി ചാടുവാണല്ലോ. എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് ഇയാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ചോദിക്കാം. അപ്പം കാവേരി അങ്ങോട്ട് കയറി വരിക. അമ്മ അയാളുടെ ഒപ്പം കൂടെ ഗംഗേച്ചിയുടെ കല്യാണം നടത്താൻ തന്നെയാണോ തീരുമാനം? ഓ, നീ ഇതും കേട്ടോണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? എന്നൊക്കെ കള്ളങ്ങളടി നീ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇയാൾ പറയുന്നതും കേട്ട് അമ്മ വീണ്ടും കിടന്ന് തുള്ളാൻ നോക്കിയ ഗംഗേച്ചിയുടെ ജീവിതമാണ് നഷ്ടപ്പെടാൻ പോകുന്നുള്ളൂ എന്ന് പറയൂട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്ക് ശാരദയ്ക്ക് നല്ല ദേഷ്യം വരിക. ശാരദ കാവേരിയുടെ കവിള് നോക്കി ഒരു അടി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, എൻ്റെ മോളിൽ സംസാരിക്കാൻ നീ ആയിട്ടില്ല, അമ്മയായിട്ട് ഞാനിവിടെ ഉണ്ട്. അരവിന്ദേട്ടൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. നീ തീരുമാനിച്ചിടത്തോളം ഞാൻ കണ്ടല്ലോ. നാട്ടിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത വിധം എന്നെ നീ നാണം കെടുത്തിയില്ലേ. ഇന്നേ വരെ ശാരദ അഭിമാനത്തോടു കൂടിയേ ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നീ ഒരുത്തി കാരണം നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് മാനവും അഭിമാനവും ഒക്കെ നഷ്ടപ്പെട്ടില്ലേടി. നാട്ടുകാർ നമ്മളെ പറ്റി എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നിന്റെ ജോലിയും പോയില്ലേ, എന്നിട്ടും നീ ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുക. അമ്മേ, ഇയാൾ പറയുന്നതും കേട്ട് അമ്മ തുള്ളാൻ പോവാണോ? മിണ്ടി പോകരുതെന്നാ പറഞ്ഞത്. അപ്പം കാവേരിക്ക് ദേഷ്യം വരാണ് കേട്ടോ. അപ്പം കാവേരിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന കാണുന്ന ജയപാലന് നല്ല സന്തോഷം തോന്നുക. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ശാരദ, എത്രയും വേഗം തീരുമാനം അറിയിക്കണം, ഉടനെ തന്നെ നമുക്ക് നിശ്ചയം നടത്താം എന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പം ശാരദ പറയും, ജയപാലേട്ടൻ ആ ചെറുക്കനും കൂട്ടരോടും ഉറപ്പ് നൽകിക്കോ, എത്രയും വേഗം ഈ കല്യാണം നടത്തണം. പിന്നെ ശാരദ, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നിന്നോട് എന്ന് പറയേ. അപ്പം ജയപാലൻ ശാരദയെ മാറ്റി നിർത്തിയിട്ട് പറയും, ആ ചെറുക്കനില്ലേ സുജാതയുടെ മകൻ, ആര് വിനീതോ, അവനോട് ഇനി അധികം ഇങ്ങോട്ട് കയറി ഇറങ്ങണ്ടെന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ ഒരു പേരുദോഷം കേൾപ്പിച്ച വീടാ ഇത്. ഇനിയും ബന്ധുവാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ കയറി ഇറങ്ങുന്നത് അത്ര നല്ലതൊന്നുമല്ല. ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം ആ ചെറുക്കന് ഗംഗയോടൊരു താല്പര്യമുള്ള കാര്യം. ഇതെങ്ങാനും ആ ചെറുക്കനും കൂട്ടരുടെയും ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ ഗംഗയെപ്പറ്റി അവരെന്താ വിചാരിക്കുക? അല്ലെങ്കിൽ തന്നെ ഒരു കല്യാണം മുടങ്ങിപ്പോയ പെണ്ണാ ഗംഗ എന്ന് പറയാം. അതുകൊണ്ട് ശാരദ തന്നെ അവനോട് ഇങ്ങോട്ടുള്ള ഈ വരവൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഉപദേശിക്കണം എന്ന് പറയാൻ കേട്ടോ. അത് പിന്നെ ഞാൻ എങ്ങനെയാ ജയപാലേട്ട അവനോട് അങ്ങനെ പറയുക? അരവിന്ദേട്ടൻ മരിച്ചപ്പോൾ മുതൽ ഒരു സഹായത്തിന് അവൻ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. നിന്റെ മോളുടെ ജീവിതമാണോ അവനാണോ വലുതെന്ന് നീ തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് ജയപാലൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ. അപ്പം ജയപാലൻ്റെ ഈ വർത്തമാനങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന കാവേരിക്ക് അമ്മയോട് പോലും ദേഷ്യം തോന്നിപ്പോവാ. അമ്മ അയാൾക്കൊപ്പം തുള്ളുന്ന പാവയായി മാറല്ലമ്മേ, അയാൾ ആട്ടിൻതോലിട്ട ചെന്നായ. അമ്മയ്ക്കതൊരു ദിവസം മനസ്സിലാകും. അപ്പോൾ അമ്മ എൻ്റെ മുന്നിൽ തന്നെ നിന്നുകൊണ്ട് പൊട്ടിക്കരയും എന്ന് പറഞ്ഞിട്ട് കാവേരി അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഗംഗയോടായിട്ട് നമ്മുടെ ശാരദ പറയും, അവൾ പറയുന്നതൊന്നും കേട്ട് നീ തുള്ളാൻ നിൽക്കണ്ട. അവൾ എന്തൊക്കെ ചെയ്താലും അതൊക്കെ എന്തെങ്കിലും അബദ്ധത്തിൽ പോയി ചാടുക. ഇപ്പം ഉള്ള ജോലി കൂടി കളഞ്ഞിട്ടാ അവളുടെ നടപ്പ്. ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്നാണ് കരുതിയിരിക്കുന്നത്? നീ തയ്ച്ചതുകൊണ്ട് മാത്രം ഈ കുടുംബം മുന്നോട്ട് പോവോ? ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യമാണെന്നാണ് ഞാനും കരുതുന്നത്. ജയപാലേട്ടൻ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല. എൻ്റെ മോള് ഈ കല്യാണത്തിന് സമ്മതിക്കണം. നിനക്കെങ്കിലും നല്ലൊരു ഭാവി ഉണ്ടായി കാണണമെന്നുള്ള അമ്മയുടെ സ്വാർത്ഥത കൊണ്ടാ എന്ന് പറയണേട്ടോ. അപ്പോൾ യമുന പോലും
അമ്മയോട് പറയുന്നുണ്ട്, അമ്മ അയാളുടെ ഒപ്പം എങ്ങനെയാണ് ഗംഗേച്ചി ജീവിക്കുക? വിനീതേട്ടന് ഗംഗേച്ചിയോട് എത്ര സ്നേഹമുണ്ട് എന്ന് പറയാം. ദേ, വിനീതിന് എനിക്കും ഇഷ്ടമാണ്, ഗംഗയെ അവൻ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതം തന്നെയാണ്. പക്ഷേ ഇവള് ജീവിക്കേണ്ടത് വിനീതിൻ്റെ കൂടെ മാത്രമാണോ? അവിടെ സുജാതയില്ലേ? സുജാതയ്ക്ക് നമ്മളോടുള്ള നിലപാട് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഇവക്ക് മനസ്സമാധാനം കൊടുക്കുമോ സുജാത അവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുജാതയുടെ സ്വഭാവവും മനസ്സിലിരിപ്പും ഒക്കെ പൂർണ്ണമായിട്ടും അറിയാവുന്ന രാധമ്മയും നിശബ്ദയായിട്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ കാവേരി ആകെ നിസ്സഹായമായിട്ട് പോവാണ്. തൻ്റെ അമ്മ രണ്ടും കൽപ്പിച്ച് ജയബാലനോടൊപ്പം നിൽക്കുന്ന കാണുമ്പം കാവേരിക്ക് ഒരു ഉത്തരവില്ലാതെ പോവാണ് കേട്ടോ. ഗംഗേച്ചിയുടെ ജീവിതം അയാൾ കൊണ്ടുപോയി നശിപ്പിക്കുമെന്ന് തന്നെ കാവേരിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഗംഗയോട് സംസാരിക്കാൻ കാവേരി തീരുമാനിക്കുക. അപ്പം റൂമിൽ വന്നു കഴിയുമ്പം ഗംഗയോട് ചോദിക്കും, ഗംഗേച്ചി അമ്മ പറയുന്നതിനൊത്ത് ഗംഗേച്ചിയും തുള്ളരുത്. ജയപാലങ്കള് അയാളുടെ മനസ്സിലിരിപ്പൊക്കെ ഗംഗേച്ചിക്കും അറിയാവുന്നതല്ലേ? ഞാൻ എത്ര അന്ന് വെച്ചാൽ അമ്മയോട് പറഞ്ഞ് എതിർക്കുന്നത്? ചേച്ചിയും ഇങ്ങനെ എതിർത്താൽ മാത്രമേ ഈ കല്യാണം നടക്കാതിരിക്കുള്ളൂ. ചേച്ചി ഇങ്ങനെ അനുകൂലിച്ച് നിന്ന് കഴിഞ്ഞാൽ ചേച്ചിയുടെ ജീവിതമാണ് ഇതുകൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്നത്. എനിക്ക് എന്ത് ജീവിതോടി? എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ അച്ഛൻ മരിച്ചതോടുകൂടി അവസാനിച്ചതാ. ഇനി അമ്മയുടെ സമാധാനം അതുമാത്രമേ ഞാനിപ്പം നോക്കുന്നുള്ളൂ. അമ്മയാണോ അയാളുടെ ഒപ്പം ജീവിക്കുന്നത്? അയാളെ കണ്ടാൽ തന്നെ അറിയാം, പെണ്ണുങ്ങളെ കാണാത്ത പോലൊരു നോട്ടോ. അതെങ്ങനെയാ? ആ ജയപാലൻ ആ ദുഷ്ടം കൊണ്ടുവന്ന ആലോചനയല്ലേ? അയാളുടെ ഗണത്തിൽപ്പെട്ടത് തന്നെയായിരിക്കും ഈ വന്ന ആലോചനയും എന്ന് പറയണോ. ഒരു കിളവനെയും കൊണ്ട് വന്നിരിക്കുന്നു. അമ്മയൊരു പൊട്ടി. അമ്മ അയാളെ കണ്ണുമടച്ച് വിശ്വസിച്ചിരിക്കുക. എന്തുമാത്രം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയാലും അമ്മയുടെ ചെവിയിൽ കയറില്ലല്ലോ. അല്ലെങ്കിലും കാവേരിയാണല്ലോ എല്ലാത്തിനും കാരണം എന്ന് സ്വയം കാവേരി പറയണം കേട്ടോ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ജോലി പോയ കാര്യം നിനക്കന്ന് വീട്ടിൽ പറയത്തില്ലായിരുന്നോ? അമ്മ ഇന്ന് നിനക്കുള്ള ആഹാരമായിട്ട് രാജേശ്വരിയുടെ റിസോർട്ടിൽ പോയിരുന്നു. അവിടുന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഷോക്കും കൂടി കൊണ്ടാ അമ്മ നിന്നെ തല്ലിയത്. നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് വേണമെന്ന് തന്നെ ഗംഗേച്ചി ഞാൻ കരുതിയിരുന്നത്. അപ്പോഴല്ലേ ഇന്നലെ ഇവിടെ ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായത്. അതിൻ്റെ ദേഷ്യം അമ്മയ്ക്ക് എന്നോട് നന്നായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജോലി പോയ കാര്യം കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അതെങ്ങനെ എടുക്കുമെന്ന് കരുതിയാ മിണ്ടാതിരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആ സ്ത്രീക്ക് അഹങ്കാരം അല്ലാതെന്താ? അത്രയ്ക്ക് സിൻസിയറായിട്ടാണ് ഞാൻ അവിടെ ജോലി ചെയ്തത് ഗംഗേച്ചി. അവരുടെ അടിമപ്പണി മുഴുവനും ചെയ്തതാ. എന്നിട്ട് അവിടുന്ന് പോകുന്ന ഗസ്റ്റുകൾ, അതായത് അവരുടെ റേറ്റും മറ്റും കാരണം താല്പര്യമില്ലാന്ന് പോകുന്ന ഗസ്റ്റുകൾ മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അവരുടെ തലയിൽ അതൊന്നും കയറില്ലല്ലോ. അവരുടെ വിചാരം അവിടെ വരുന്ന ഗസ്റ്റുകളെ മുഴുവനും ഞാൻ ബാർഗെയിൻ ചെയ്ത് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുവരുമായിരുന്നെന്നാ. അതിന് അവർ എന്നെ പറഞ്ഞു വിട്ടത്. ഞാൻ അവരെ ചതിച്ചത്രേ. ആ സ്ത്രീക്ക് എൻ്റെ ഒരു വാക്ക് കേൾക്കാൻ പോലും മര്യാദ കാണിച്ചില്ല ഗംഗേച്ചി. അങ്ങനെയൊക്കെ നമ്മളെ കാണുന്ന ആൾക്കാരുടെ ഒപ്പം ഞാൻ എങ്ങനെയാണ് ജോലി ചെയ്യുക? അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എന്ന് പറയാം. സാരമില്ല, നീ അത് അമ്മയോട് പറയേണ്ടതായിരുന്നു. അതാ അമ്മയ്ക്ക് ഇത്രയ്ക്കും ദേഷ്യം വന്നത്. അമ്മയുടെ ദേഷ്യത്തിൻ്റെ കാരണമൊക്കെ എനിക്കറിയാം ഗംഗേച്ചി. അമ്മ ആ ജയബാലൻ പറയുന്നത് കേട്ട് തുള്ളിക്കൊണ്ട് നിൽക്കുക എന്ന് പറയാം. ഗംഗേച്ചി സ്ട്രോങ് ആയിട്ട് പറയണം, ഗംഗേച്ചിക്ക് വിനീതേട്ടനെ ഇഷ്ടമാണെന്ന് എന്ന് പറയാം. ഇല്ല മോളെ, ഞാൻ ഒന്നും പറയില്ല. കാരണം ഒരിക്കൽ ഇങ്ങനെ ഉറങ്ങിക്കിടന്ന അച്ഛനെ പിന്നെ നേരം വെളുത്തപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടത്? ശ്വാസമെടുക്കാൻ കഴിയാത്ത അച്ഛനെ, ജീവനറ്റ അച്ഛനെ. അങ്ങനെ ഒരു കാഴ്ച ഒരിക്കൽ കൂടി കാണാനുള്ള ത്രാണി എനിക്കില്ല മോളെ. നമ്മുടെ അമ്മയും ജീവനറ്റ ശരീരമായി കിടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അമ്മയുടെ സമാധാനം ഈ കല്യാണം നടക്കുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഞാൻ എൻ്റെ സ്വപ്നങ്ങളോ ജീവിതത്തെ പറ്റിയോ ഒന്നും ഇനി ആഗ്രഹിക്കുന്നില്ല. വരുന്നത് പോലെ വരട്ടെ എന്ന് പറയാം. എൻ്റെ ഗംഗേച്ചി അമ്മ ചേച്ചിയെ ഓരോന്നും പറഞ്ഞ് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുക. അതിനൊത്ത് ചേച്ചിയും കിടന്ന് തുള്ളുവാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇതേ സമയം യമുനയും റൂമിലേക്ക് കയറി വരിക. അപ്പം യമുന പറയും, ചേച്ചിക്ക് ജോലി പോയ കാര്യം അമ്മയോട് പറയായിരുന്നില്ലേ? ഓ, ഇനിയിപ്പം നിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. കോളേജിലും എല്ലാവരും ഹോം സ്റ്റേയിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. വിശാലിനും എന്നോട് പിണക്കമായി. അവൻ്റെ അച്ഛനെ നമ്മൾ പരിഗണിക്കുന്നില്ല, കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ദേ യമുനെ, അവൻ പറയുന്നതും കേട്ട് നീയും വിശ്വസിച്ചോ? നീയും കരുതുന്നുണ്ടോ ജയബാലൻ അയാൾ നമ്മുടെ കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്? ഗംഗേച്ചിയെ ആ കളവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് എന്ത് നന്മയാണ് നമ്മുടെ കുടുംബത്തിന് ഉണ്ടാകാൻ പോകുന്നത്? അയാൾക്ക് ഇതുകൊണ്ട് എന്തോ നേട്ടമുണ്ട്. ഒരു നേട്ടവും ഇല്ലാത്ത കാര്യത്തിന് ഞാൻ അറിയുന്ന ജയബാലൻ നിന്ന് കൊടുക്കില്ല എന്ന് പറയാണ്. ഈ കുടുംബത്തിൽ അയാളുടെ ഒരാൾ കയറി പറ്റണം, എങ്കിൽ പിന്നെ എല്ലാവരും അയാളുടെ പാവയായിട്ട് ജീവിക്കുള്ളൂ. അതുതന്നെയാണ് അയാൾ ആഗ്രഹിക്കുന്നത് എന്ന് കാവേരി പറയാണ് കേട്ടോ. പക്ഷെ കാവേരി ജയബാലനെ കുറിച്ച് മോശമായിട്ട് പറയുന്നതൊന്നും യമുനയ്ക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം യമുനയ്ക്ക് വിശാലിനോട് അത്രയ്ക്ക് സിൻസിയർ ആയിട്ടുള്ള സ്നേഹമാണല്ലോ. ഇതേ സമയം ഗംഗ പറയും, നീ ഇനി ഒന്നും പറയണ്ട. നീ എതിർക്കാൻ നിൽക്കും തോറും അമ്മയൊക്കെ നിന്നോടുള്ള ദേഷ്യം കൂടുകയുള്ളൂ. ഗംഗേച്ചിയുടെ ജീവിതം ഓർത്ത് എൻ്റെ മോള് വിഷമിക്കേണ്ട എന്ന് പറയാണ് കേട്ടോ. എങ്കിലും കാവേരി മനസ്സിൽ എന്ത് ചെയ്തും ഗംഗയുടെ കല്യാണം മുടക്കണം എന്ന് തന്നെ തീരുമാനിക്കുകയാണേ.
ഇതേസമയം വിനീതിനോട് സംസാരിക്കാൻ തന്നെ ശാരദ തീരുമാനിക്കുകയാണ്. വിനീത് ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നത് മുഖേന തൻ്റെ മകൾക്ക് വന്നു ചേർന്ന സൗഭാഗ്യം നഷ്ടപ്പെടുവോ എന്നുള്ളൊരു പേടിയാണ്. അതുമാത്രമല്ല, കാവേരിയുടെ ജോലി കൂടി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ജയപാലനും കൂടി തങ്ങളെ എതിർത്ത് പോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് ആരുണ്ട് എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് ശാരദയ്ക്ക്. തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, തന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്തകളൊക്കെ ശാരദയുടെ മനസ്സിലുണ്ട്. ഇനി ഒരു കല്യാണാലോചന ജയപാലൻ കൊണ്ടുവരാതിരുന്ന തൻ്റെ മോളുടെ കല്യാണം ഒരിക്കലും നടക്കാതെ പോയാലോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് വിനീതിനെ കാണാൻ തന്നെ തീരുമാനിക്കാം. അപ്പോൾ വിനീതാണെങ്കിൽ ഇതൊന്നും അറിയാതെ പിറ്റേ ദിവസവും സ്നേഹതീരത്തേക്ക് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ വിനീതിനെ കാണുമ്പം ശാരദ സാധനങ്ങളൊക്കെ മേടിക്കാതെ നിൽക്കുക. എന്താ അമ്മായി, ഇതെന്താ ഇവിടേക്കുള്ള സാധനങ്ങളൊക്കെ? വേണ്ട മോനെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം തൽക്കാലം നടക്കുന്നുണ്ടല്ലോ, മോൻ ഇനി ഒരു സാധനങ്ങളും മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് ശാരദ പറയണം കേട്ടോ. അതെന്താ അമ്മായി ഇപ്പം അങ്ങനെ ഒരു സംസാരം? എന്നെ അന്യനായിട്ടാണോ അമ്മായി കാണുന്നേ? ഇല്ല, എനിക്ക് നീ എൻ്റെ സ്വന്തം മകനെ പോലെ തന്നെയാ. സുജാത ഇതൊക്കെ അറിഞ്ഞാൽ നിന്നോട് ദേഷ്യപ്പെടില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അമ്മായി എന്താ കരുതുന്നത് എന്ന് ചോദിക്കുക. അമ്മ എന്തു പറഞ്ഞാലും ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല. വേണ്ട, സുജാതയെ ധിക്കരിച്ചുകൊണ്ട് നീ ഇനി ഒന്നും ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യണ്ട. അതുമാത്രമല്ല, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാം. എന്താ അമ്മായി? എന്നോട് എന്തെങ്കിലും പറയാൻ അമ്മായിക്ക് എന്തിനാ മുഖവരയുടെ കാര്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ശാരദ വിനീതിനെ അങ്ങ് മാറ്റി നിർത്തുക. താൻ പറയുന്ന കാര്യം കാവേരിയോ മറ്റോ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാലോ എന്നും കരുതി. അതുമോനെ, നിന്നോടിത് പറയുന്നതിൽ അമ്മായിക്ക് ഒരുപാട് വിഷമമുണ്ട്. എന്താ അമ്മായി? ഗംഗയുടെ കല്യാണം നിശ്ചയിച്ച കാര്യമൊക്കെ നിനക്കറിയാലോ. ഉടനെ തന്നെ നിശ്ചയവും നടത്തണം. അതുകൊണ്ട് ഇനിയും നീ ദയവ് ചെയ്ത് ഈ കുടുംബത്തിൽ കയറി ഇറങ്ങരുത്. ഹോം സ്റ്റേയുടെ പേരിൽ തന്നെ ചെറുപ്പക്കാർ വന്ന് ഇവിടെ പ്രശ്നമുണ്ടാക്കിയത് മുതൽ ഈ നാട്ടുകാരൊക്കെ ഒരു രീതിയിലാണ് ഞങ്ങളെ കാണുന്നത്. നീയും ഗംഗയും തമ്മിലുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. അമ്മായിക്ക് അറിയാം നിനക്ക് ഗംഗയോടൊരു താല്പര്യമുണ്ടെന്ന്. നിനക്ക് അവളെ കൈപിടിച്ച് തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ സുജാത അവളെ സമാധാനത്തോടെ ആ വീട്ടിൽ ജീവിക്കാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മായിക്ക് ഒരു കഴിവുമില്ല മോനെ. നിന്റെ അമ്മാവൻ്റെ ബലത്തിൽ മാത്രം ജീവിച്ച ഒരു സ്ത്രീയാണ് ഞാൻ. മക്കളെ വളർത്താം, അതിനപ്പുറം അവരുടെ കാര്യങ്ങളൊക്കെ സ്വയം ഏറ്റു നടത്താനുള്ള കഴിവൊന്നും അമ്മായിക്കില്ല. ഇപ്പം ജയപാലേട്ടൻ ഒരാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ബന്ധമാണ് അത്. എങ്ങനെയെങ്കിലും നടത്തണം. അമ്മായിക്ക് പേടിയാ എൻ്റെ ഗംഗയ്ക്ക് ഒരു ജീവിതമില്ലാതെ പോകുമെന്ന്. അതുകൊണ്ട് മോൻ ഇനി ഈ വീട്ടിൽ വരരുത് എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വിനീതിൻ്റെ നെഞ്ച് തകർന്നു പോവാണ് കേട്ടോ. അമ്മായിക്ക് ഒരു കാര്യം എന്നോട് പറയാൻ ഇത്രയ്ക്ക് സങ്കടപ്പെടേണ്ട കാര്യം എന്താ? എടാ വിനീതെ, നീ ഇവിടെ വരരുതടാ ഇനി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വരുമോ അമ്മായി എന്ന് കരഞ്ഞുകൊണ്ട് അവൻ ചോദിക്കുകയാണ് കേട്ടോ. അവൻ്റെ വാക്കുകൾ ഇടറിയുള്ള സംസാരം കേൾക്കുമ്പം ശാരദയ്ക്ക് ഒരുപാട് സങ്കടവും കുറ്റബോധവും ഒക്കെ തോന്നുക. പക്ഷേ തൻ്റെ മുന്നിൽ ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് തന്നെ ശാരദ ഉറപ്പിക്കുകയാണ് കേട്ടോ. താൻ ചെയ്യുന്നതെല്ലാം ശരിയാ എന്നാണ് ശാരദയുടെ വിചാരം. ഇതേസമയം കാവേരി അമ്മയോട് മിണ്ടാതെ പ്രതിഷേധിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ കാവേരിയുടെ ഈ പ്രതിഷേധമൊന്നും ശാരദ കണക്കാക്കുന്നു പോലുമില്ല. അവളോടും ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ പെരുമാറുന്നത്. അപ്പോൾ കടയിൽ ചെന്ന് ആകെ തകർന്ന് തരിപ്പണമായിട്ട് നമ്മുടെ വിനീത് ഇരിക്കുന്ന കാണുമ്പം സലിമിക്ക ചോദിക്കും, എന്ത് പറ്റിയടാ നിനക്ക് എന്ന് ചോദിക്കുക. എൻ്റെ ഗംഗ അവളുടെ കല്യാണമാണ് സലിമിക്ക എന്ന് പറയുക. അവളുടെ കല്യാണമോ എന്ന് ചോദിക്കുക. അതെ, ഗംഗയ്ക്ക് പുതിയ ആലോചന വന്നിട്ടുണ്ട്. നിവിൻ്റെ അമ്മാവനല്ലേ ജയപാലൻ, അയാളെ കൊണ്ടുവന്നിരിക്കുന്ന നല്ല ബന്ധമാണത്രേ. എന്നോട് ഇനി ആ വീട്ടിലേക്ക് ചെല്ലരുതെന്ന് പറഞ്ഞ് സലിമിക്ക എന്നും പറഞ്ഞ് തകർന്ന് കരയാണ്. ഹോ, അവരുടെ ആവശ്യമൊക്കെ കഴിഞ്ഞല്ലോ. വീണ്ടും നീ കറിയിലെ കറിവേപ്പില മാത്രമായല്ലേടാ. ഇതാ ഞാൻ നിന്നോട് പറഞ്ഞത്, ഒന്നും നീ ആഗ്രഹിക്കരുത്, ആ കുടുംബത്തിന് വീണ്ടും വീണ്ടും ചെന്ന് കയറരുതെന്ന്. പക്ഷെ നീ കേട്ടില്ല. ഗംഗയ്ക്ക് എന്നോടൊരു താല്പര്യം ഉള്ളതുപോലെ എനിക്ക് തോന്നിയതാ. അവൾക്കും എന്നെ വേണ്ടെന്നായെന്നാ തോന്നുന്നേ സലിമിക്ക എന്നും പറഞ്ഞ് വിനീത് കരയും കേട്ടോ. ആ പെണ്ണിന് ഇഷ്ടമുണ്ടെങ്കിലും അവൾ എന്ത് ചെയ്യാനാ? അവളുടെ അമ്മ പറയുന്നതല്ലേ അവൾ കേൾക്കോളൂ എന്ന് സലിമിക്ക പറയാണ് കേട്ടോ. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ നിവിനും അറിയുവാണ്. അപ്പം നമ്മുടെ വിനീതിൻ്റെ അവസ്ഥ കാണുമ്പം നിവിന് ഒരുപാട് സങ്കടം തോന്നുക. എടാ നീ സമാധാനപ്പെടാൻ, ഞാൻ കാവേരിയെ കണ്ടെന്ന് സംസാരിച്ചാലോ? വേണ്ടടാ, എനിക്ക് വേണ്ടി ഒന്നും നീ സംസാരിക്കേണ്ട. കാവേരിയുടെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. അമ്മായി അവൾക്ക് ഒരു സമാധാനവും കൊടുക്കുന്നില്ല. ഹോം സ്റ്റേയിലെ പ്രശ്നങ്ങളും അതുകൂടാതെ അവളുടെ ജോലി നഷ്ടപ്പെട്ടുവെന്ന് രാജേശ്വരി മേഡത്തിൻ്റെ വായിൽ നിന്ന് തന്നെ അമ്മായി അറിഞ്ഞല്ലോ. അതോടുകൂടി അവൾക്ക് അവിടെ ഒരു സമാധാനം ഇല്ലെന്ന് നിലവിളിക്കുമ്പം എന്നോട് പറയുന്നത്, ഇനിയിപ്പം നീ കൂടി അവളെ പോയി കണ്ട് എനിക്ക് വേണ്ടി ശുപാർശ ഒന്നും ചെയ്യണ്ട എന്ന് പറയണം കേട്ടോ. തൻ്റെ കൂട്ടുകാരൻ്റെ അവസ്ഥ കാണുന്ന നിവിന് ഒരുപാട് സങ്കടം വരിക. ഹേയ്, ഗംഗയുടെ കല്യാണം എനിക്കും കൂടണോടാ. എന്നെ അമ്മാവൻ
അവരെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അവർക്കൊരാവശ്യം വരുമ്പം അവിടെയെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ആൾ ഞാനല്ലേടാ. അമ്മായി അങ്ങനെയൊക്കെ പറഞ്ഞാലും ഗംഗയുടെ നിശ്ചയത്തിന് ഞാൻ പോകും. അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അപ്പം സലിമക പറയും, എടാ മോനെ, നീ ഇനി അങ്ങോട്ട് പോകണ്ടടാ. നീ എന്തിനാടാ ഇങ്ങനെ സ്വയം താഴ്ന്ന് വീണ്ടും വീണ്ടും അവരുടെ മുന്നിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുക. ഞാനല്ലാതെ വേറെ ആരാ അവർക്കുള്ളത് എന്ന് പറഞ്ഞ് വിനീത് അവിടെ നിന്ന് ചങ്കുപൊട്ടി കരയാണ് കേട്ടോ. ഇതിൻ്റെ അവസ്ഥ കാണുമ്പം വിനീതിന് വേണ്ടി കാവേരിയോട് സംസാരിക്കണമെന്ന് തന്നെ നമ്മുടെ നിവിൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ കാവേരിയെ വഴിയിൽ വെച്ച് നിവിൻ കണ്ടുമുട്ടുക. ഒറ്റയ്ക്ക് പോയിരുന്നുള്ള കാവേരിയുടെ നിൽപ്പ് ഭാവമൊക്കെ കാണുമ്പോൾ തന്നെ കാവേരി എത്രമാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്ന് നിവിന് ബോധ്യപ്പെടുക. ഇതെന്താടോ താൻ ഈ മലമൂട്ടി വന്ന് നിന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നേ എന്ന് നിവിൻ ചോദിക്കുന്നുണ്ടോ. ഒന്നുമില്ല നിവിനിത് എവിടെ പോയ വഴിയാ? ഞാൻ വിനീതൻ്റെ കട വരെയും പോയതാ. ആ ചെറുക്കൻ അവിടെ ചങ്ക് തകർന്ന് നിൽപ്പുണ്ട്. തൻ്റെ ചേച്ചി ഗംഗയെ എന്തുമാത്രം ഇഷ്ടമാണ് അറിയാവോ അവന്? തനിക്കും അത് അറിയാവുന്ന കാര്യമല്ലേ? തൻ്റെ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ സൂക്കേടാടോ? അവൻ്റെ കൈ പിടിച്ച് ഗംഗേച്ചിയെ കൊടുക്കാനുള്ളതിന് പകരം വേറെ ആലോചന നോക്കുന്നേ. എൻ്റെ നിവിനെ, ഈ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാവുന്നതാ. ഗംഗേച്ചിക്കും ഇപ്പം വിനീതേട്ടനോടൊരു താല്പര്യമുണ്ട്. പക്ഷേ അമ്മ ഞാൻ പറഞ്ഞാൽ എന്തേലും കേൾക്കണ്ടേ? ഗംഗേച്ചിയും അമ്മയെ വേദനിപ്പിക്കുകയല്ലെന്നും പറഞ്ഞ് കല്യാണത്തിന് സമ്മതഭാവത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കാം. എനിക്കറിയാം ഇതിൻ്റെയൊക്കെ പിന്നിൽ നിവിൻ്റെ അമ്മാവനാ. അയാൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇടപെടുന്നത് എന്തിനാ? അയാൾക്ക് എന്തോ നേട്ടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും അയാളുടെ അടിമകളായിട്ട് എന്നും കിടക്കണം. ഞങ്ങളാരും രക്ഷപ്പെടുന്നത് അയാൾക്ക് കണ്ണി പിടിക്കുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പം ജയപാലൻ്റെ ചെയ്തികളിലൊക്കെ സംശയം തോന്നുന്ന നിവിൻ ഒന്നും മിണ്ടുന്നില്ല. തൻ്റെ അമ്മാവനെ കുറ്റപ്പെടുത്തുന്നതെങ്കിലും അതിൽ കാര്യമുണ്ടോ എന്ന് തന്നെ നിവിനും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. താനിങ്ങനെ സങ്കടപ്പെടാതെടോ. തൻ്റെ അമ്മ തന്നെ മനസ്സിലാക്കുന്ന കാലം വരും. അത് വിദൂരമൊന്നും അല്ല എന്ന് പറയാം. അമ്മ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും വേണ്ടില്ല. ഗംഗേച്ചിയെ ആ കിളവനെ കൊണ്ടൊന്ന് കല്യാണം കഴിപ്പിക്കാതിരുന്നാൽ മതി. ഗംഗേച്ചിയുടെ ജീവിതമല്ലേ നശിച്ചു പോകുന്നത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അമ്മ അങ്ങ് കൈ കഴുകിയിരിക്കും. പക്ഷെ ജീവിക്കേണ്ടതാരാ? ഗംഗേച്ചി. അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാൾ ആളത്ര ശരിയല്ലെന്ന്. അന്ന് തന്നെ പെണ്ണ് കാണാൻ വന്നപ്പം അയാളുടെ ഒരു നോട്ടം കാണണമായിരുന്നു. പെണ്ണുങ്ങളെ കാണാത്ത പോലെ അലവലാതി എന്ന് നമ്മുടെ കാവേരി പറയൂട്ടോ. ഇത് കേൾക്കുമ്പോൾ നിവിന് ചിരി വരുന്നുണ്ട്. എടോ, തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വിനീത് അവിടെ തകർന്ന് തരിപ്പണമായ ഇരിക്കുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാടോ തൻ്റെ ഗംഗേച്ചിയെ. തൻ്റെ ഗംഗേച്ചിയോട് തനിക്കൊന്നുകൂടി സംസാരിച്ച് നോക്കിക്കൂടെ എന്ന് പറയാം. ഇല്ല നിവിനെ, ഞാൻ എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അമ്മ മരിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞാൽ ഗംഗേച്ചിയെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ജീവന് അപകടം പറ്റുന്ന ഒരു കാര്യവും ഗംഗേച്ചി ചെയ്യത്തില്ലെന്നേ എന്ന് പറയണം കേട്ടോ. ഇനിയിപ്പം ഇതിനെന്താ ഒരു സൊല്യൂഷൻ എന്ന് നിവിൻ ആലോചിക്കുക. ഇതിന് ആകെയുള്ള സൊല്യൂഷൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് അമ്മ തന്നെ പറയണം. അല്ലാതെ ഗംഗേച്ചിയായിട്ട് മാറത്തില്ല എന്ന് പറയണം കേട്ടോ. അങ്ങനെ നിവിനും കാവേരിയും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുക. ഇതേസമയം സുജാതയും ഗംഗയുടെ കല്യാണക്കാരെയും അതുപോലെ ഹോം സ്റ്റേയുടെ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ശാരദയുടെ വീട്ടിൽ ചെല്ലാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പം സുജാതയെ കാണുമ്പം ശാരദ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നത്. നീ എന്നോട് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. നിന്റെ മകൾക്ക് പുതിയ കല്യാണാലോചനയൊക്കെ നോക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഓരോ തവണ ഇവിടുത്തെ അടിമപ്പണി ചെയ്യാൻ എൻ്റെ മകനെ നിനക്ക് വേണം. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം മോനെ വിനീതേ ഓടിവാ എന്നും പറഞ്ഞ് ഫോൺ വിളിക്കാൻ എൻ്റെ മകനെ വേണം. എന്നിട്ടിപ്പം കല്യാണക്കാരുമായപ്പം എൻ്റെ മകൻ കറിവേപ്പില അല്ലേ എന്ന് ചോദിക്കാം. അപ്പം ശാരദ ഒന്നും പറയുന്നില്ല കേട്ടോ. നീ ഇങ്ങനെ നിന്നോടി. നിന്റെ മക്കൾക്ക് നീ കൊമ്പത്തെ ആലോചന കൊണ്ടുക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ മകനെ ഇവളെക്കാളും നല്ല ബന്ധം കിട്ടും. അല്ലെങ്കിലേ ഇവളെ എൻ്റെ കുടുംബത്തിലേക്ക് മരുമോളായിട്ട് കൊണ്ടുവരാൻ എനിക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു എന്ന് ഗംഗയെ ചൂണ്ടിക്കൊണ്ട് പറയാം. ഇവളൊക്കെ ഭയങ്കര ആയിട്ടുള്ള പെൺകുട്ടിയാണ്. അങ്ങനെയുള്ളവളൊന്നും എൻ്റെ കുടുംബത്തിൽ കയറണ്ട. നിന്റെ മോളുടെ കല്യാണം നടക്കുന്നതിൻ്റെ തലേ ദിവസമെങ്കിലും ഞാൻ എൻ്റെ ചെറുക്കനെ കല്യാണം നടത്തി കാണിക്കാടി എന്നും വെല്ലുവിളിച്ചിട്ടാണ് സുജാത അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. തൻ്റെ മകളുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പം രാധമ്മയ്ക്കാകെ സങ്കടം തോന്നുക. അതോടെ ശാരദയോടും ചെറിയൊരു ദേഷ്യം നമ്മുടെ രാധമ്മയ്ക്കുണ്ട് കേട്ടോ. കാരണം വിനീതിനോട് വീട്ടിൽ കയറരുതെന്നൊക്കെ ശാരദ പറഞ്ഞല്ലോ. ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ രാധമ്മ അറിയുന്നുണ്ട്. എങ്കിൽ പോലും സുജാതയെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ രാധമ്മ നിൽക്കുന്നുമില്ല. ആകെ ഒരു നിസ്സംഗ ഭാവമാണ്. തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ തൻ്റെ കൊച്ചുമോൻ്റെയും കാര്യത്തിൽ എന്നുള്ള വേദന മാത്രമേ ആ പാവം വൃദ്ധ സ്ത്രീക്ക് ഉള്ളൂ. സമയം ജയപാലനാണെങ്കിൽ തൻ്റെ കരിക്കളൊക്കെ വേഗമാട്ടോ നീക്കുന്നത്. എത്രയും വേഗം ഗംഗയുമായിട്ടുള്ള താൻ കൊണ്ടുവന്ന കല്യാണാലോചന നടത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ തനിക്ക് അരവിന്ദൻ്റെ കുടുംബത്തിന്മേലുള്ള കടിഞ്ഞാൻ എന്നേക്കുമായി കയ്യിൽ കിട്ടൂ എന്നൊരു ബോധ്യം അയാൾക്കുണ്ട് കേട്ടോ. ഇതേസമയം ചെറുക്കൻ്റെ വീട്ടിലുള്ളവരോടും ശാരദയും മക്കളെ പറ്റി അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല ജയപാലൻ പറഞ്ഞു പിടിപ്പിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആ പെണ്ണിനെ കല്യാണം കഴിക്കണം, അവളത്ര മോശമൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കല്യാണ നിശ്ചയത്തിനുള്ള ദിവസം വന്നെത്തുവാണ്. ഒരു പ്രതീക്ഷയില്ലാതെ
യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാതെ ഗംഗ അമ്മ പറയുന്ന താളത്തിനൊപ്പം തുള്ളുവാണ്. ആ കല്യാണ നിശ്ചയത്തിന് ഒരുങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ഗംഗ ഒരുങ്ങി വരുന്നൊക്കെ കാണുമ്പം ശാരദയുടെ കണ്ണ് നിറയാ. ഇനിയും തൻ്റെ മകളുടെ കല്യാണം മുടങ്ങരുത്, തൻ്റെ മകള് ഇത്തവണയെങ്കിലും വിവാഹിതയാകണം എന്നൊക്കെ ശാരദ മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെ കാണുന്ന കാവേരിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഗംഗേച്ചിയുടെ ജീവിതം കൊണ്ട് ഹോമിക്കാൻ അമ്മയ്ക്ക് ഇത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ മേലിൽ നീ പറയാറായിട്ടില്ലെന്ന്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഞാനുണ്ട്, അനുസരിച്ച് നീ ഇവിടെ നിന്നോണം എന്ന് ശാരദ വീണ്ടും കാവേരിയോട് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പം കാവേരി ചവിട്ടിത്തുള്ളി അവിടെ നിന്ന് കൊണ്ട് പോവാണ്. അങ്ങനെ ചെറുക്കനും കൂട്ടരും എല്ലാം നിശ്ചയത്തിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. ജയബാലനും അതുപോലെ തന്നെ ഭാര്യ പ്രവീണയും മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ വിനീതും ഹൃദയം തകർന്നുകൊണ്ട് എല്ലാ ചടങ്ങുകൾക്കും ഒപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ശാരദ വിനീതിനെ കാണുമ്പോൾ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അമ്മായി എന്നോട് വരരുതെന്ന് പറഞ്ഞാലും ഞാൻ വന്നുപോയി അമ്മായി, ചെറുക്കനും കൂട്ടരും ഒക്കെ എന്നെ കാണുകയും ചെയ്തില്ലേ, ഇപ്പം തന്നെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവരെന്ത് കരുതും, ഇവിടുത്തെ ബന്ധുവാണെന്ന് പറഞ്ഞാൽ മതി അമ്മായി, നിങ്ങൾക്കൊരു സഹായത്തിന് വന്നതാണെന്ന് വിനീത് പറയൂട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന നിവിനും ഉണ്ട്. നിവിന് നെഞ്ച് തകരുക തൻ്റെ കൂട്ടുകാരൻ്റെ ഈ അവസ്ഥ കാണാൻ. വിനീതിൻ്റെ അടുത്തേക്ക് നിവിൻ ഓടി ചെല്ലുക. എടാ നീ ഇങ്ങനെ തളരാതെടാ എന്ന് ചോദിക്കുക. എൻ്റെ ഗംഗ എന്നേക്കുമായിട്ട് എനിക്ക് നഷ്ടപ്പെടാൻ പോവുക. അയാളാണല്ലേ പയ്യൻ, അയാൾക്ക് നല്ല പ്രായം ഉണ്ടല്ലോ എടാ, എൻ്റെ ഗംഗയ്ക്ക് ചേരില്ല. പക്ഷെ എന്നെക്കാളും സ്വത്തും പണവും സമ്പാദ്യവും ഒക്കെ ഉള്ള ആളാണെന്നാണ് തോന്നുന്നത്. ഗംഗയുടെ ആഗ്രഹവും നല്ല രീതിയിൽ ജീവിക്കണമെന്നായിരുന്നു. ഒരുപാട് രാജ്യങ്ങളൊക്കെ കണ്ട് വലിയൊരു കുടുംബത്തിൽ കയറി ചെല്ലണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും നടന്നാൽ മതിയായിരുന്നു. പക്ഷേ പ്രായം അല്പം കൂടുതലല്ലേടാ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പം നിവിനാണെങ്കിൽ കെട്ടിപ്പിടിക്കുക വിനീതിന്. നീ സങ്കടപ്പെടാതെടാ, നിനക്ക് വിധിച്ചതാണെങ്കിൽ അത് നിന്റെ കൈകളിൽ തന്നെ വന്നു ചേരും. നീ ഇങ്ങനെ തകർന്നു പോകല്ലേ വിനീതേ, നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? നിന്റെ ഈ തകർന്ന അവസ്ഥയിൽ ഒറ്റയ്ക്ക് വിടാൻ കഴിയാത്തത് കൊണ്ടാ ഞാനും ഇതിനൊക്കെ സാക്ഷിയായി നിന്റെ കൂടെ നിൽക്കുന്നത് എന്ന് പറയാം. സാരമില്ലടാ, നിശ്ചയം കഴിയട്ടെ, എന്നിട്ട് പോകാം. എൻ്റെ ഗംഗ മറ്റൊരാളുടെ ആയെന്ന് ഉറപ്പാക്കിയാൽ പിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് അവളെ ഇറക്കാൻ പറ്റിയാലോ? പക്ഷെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ എന്നും പറഞ്ഞ് വാക്കുകൾ ഇടറിയാണ് കേട്ടോ പറയുന്നത്. കുഞ്ഞിലെ തൊട്ട് എൻ്റെ മനസ്സിൽ കയറിയവളാ ഗംഗ, എനിക്കുള്ളതാണെന്ന് പറഞ്ഞു കേട്ട ഞാൻ വളർന്നത്. അവളെ അങ്ങനെ മനസ്സിൽ നിന്ന് കളയാൻ എനിക്ക് പറ്റുമോടാ? അമ്മ എനിക്ക് വേണ്ടി വേറെ കല്യാണം നോക്കുന്നുണ്ട്. ഗംഗയുടെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയെ ചിന്തിക്കാൻ പോലും എനിക്ക് സാധിക്കില്ലടാ എന്നും പറഞ്ഞ് പാവം വിനീത് പൊട്ടിക്കരയാണ് കേട്ടോ. നിവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും കാവേരിയെ നിൽക്കുന്നുണ്ട്. വിനീതേട്ടൻ്റെ ഈ നിസ്സഹായ അവസ്ഥയിൽ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പാവം കാവേരിക്കും അറിയത്തില്ല. ഇതേസമയം നിശ്ചയത്തിനുള്ള കാര്യങ്ങളൊക്കെ ജയബാലൻ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ നടത്തുവാണ് കേട്ടോ. അപ്പം നിശ്ചയത്തട്ട് മാറുന്ന സമയമാകുമ്പം ആ ചെറുക്കൻ്റെ മടിയിലേക്ക് ഒരു പയ്യൻ കയറിയിരിക്കുക. അച്ഛ എന്ന് വിളിച്ചുകൊണ്ട്. ഇതൊക്കെ എന്താ അച്ഛാ, നമ്മളിത് എവിടെയാ, ഇവരൊക്കെ ആരാ എന്ന് അവൻ ചോദിക്കുക. അവൾ ചെറുക്കനാണേ. അപ്പോൾ പെട്ടെന്ന് കല്യാണ ചെറുക്കൻ്റെ അമ്മ വന്ന് മോനിങ്ങ് വന്നേ, അച്ഛമ്മ മോന് ഫോൺ കളിക്കാൻ തരാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാം. അപ്പം ഇതൊക്കെ കാവേരിയും ശാരദയും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം കാവേരി മുന്നിലോട്ട് കയറി വന്നിട്ട് ചോദിക്കും, അല്ല ഈ കുട്ടി ഏതാ, ഇതാരാ എന്ന് ചോദിക്കുക. അത് പിന്നെ എന്തു പറയണമെന്നറിയാതെ നിൽക്കുക. അപ്പോഴത്തേക്കും ആ കുട്ടി കയറി മുന്നിലേക്ക് വന്നിട്ട് പറയും, ഇതേ എൻ്റെ അച്ഛനാ, ഇതെൻ്റെ അച്ഛമ്മേ, അത് ചോദിക്കാൻ നീ ആരാടി എന്ന് ആ കുട്ടി കുസൃതിയോടുകൂടി ചോദിക്കുകയാണ് കേട്ടോ. അച്ഛനോ എന്ന് അപ്പോൾ കാവേരി ചോദിക്കാം. അപ്പം ശാരദ പെട്ടെന്ന് ജയബാലൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ. അപ്പം ജയബാലനാണെങ്കിൽ തല കുനിച്ച് നിൽക്കുക. ഇതൊക്കെ എന്താ ജയബാലേട്ടാ എന്ന് ശാരദ ജയബാലൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുക. അത് പിന്നെ ശാരദയെ നിന്നോട് ഞാൻ പറയണമെന്നാണ് കരുതിയത്, പിന്നെ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. അത് ഇവൻ്റെ രണ്ടാം വിവാഹമാണ്, ആദ്യ വിവാഹത്തിലെ കുട്ടിയാണ് ഇത്, രണ്ടാം കെട്ടോ എന്ന് ശാരദ അപ്പം ചോദിക്കുക. അപ്പം കാവേരി അടുത്ത് വന്നിട്ട് പറയും, ഓ അമ്മ ഗംഗേച്ചിക്ക് വേണ്ടി കണ്ടെത്തിയത് ഒരു രണ്ടാം കെട്ടുകാരനെ ആയിരുന്നല്ലേ. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും ആകെ തകർന്ന് ഗംഗ നിൽക്കുകയാണ് കേട്ടോ. മനസ്സുകൊണ്ട് വിനീതിനോട് അടുത്തിട്ട് വിനീതിൻ്റെ തകർന്നുള്ള അവസ്ഥയൊക്കെ ഗംഗയും കാണുന്നുണ്ടായിരുന്നു. തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധം, അതിൻ്റെ കൂടെ ഒരു രണ്ടാം കെട്ടുകാരൻ്റെ തലയിലാണ് തന്നെ കെട്ടിവെക്കാൻ വേണ്ടി അമ്മ ഇത്രയും നിർബന്ധിച്ചെന്നുള്ള വേദനയും എല്ലാം കൂടി ഗംഗയാകെ തകർന്ന് തരിപ്പണമായിട്ട് അവിടെ നിന്ന് കരഞ്ഞു പോവാം. അപ്പം ഇത് കാണുമ്പം ശാരദയ്ക്ക് ആകെ കുറ്റബോധം തോന്നുക. മോളെ ഗംഗെ, അമ്മ അറിഞ്ഞില്ലടി എന്ന് പറയാണ്. അമ്മയൊന്നും പറയണ്ട, അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഗംഗേച്ചിക്ക് പറ്റിയ ആലോചനയല്ല എന്ന് കാവേരി അപ്പോൾ പറയൂ കേട്ടോ. അപ്പം യമുനെ വന്നിട്ട് പറയും, നമ്മുടെ ഗംഗേച്ചിയെ ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ട് കെട്ടിക്കണ്ട, എന്ത് ഗതികേടാ അമ്മേ നമുക്കുള്ളത് എന്ന് ചോദിക്കുകയാണേ. അപ്പം ജയബാലൻ മുന്നിൽ നിന്നിട്ട് പറയും, നിങ്ങൾ എന്തിനാ ഇത്രയ്ക്കൊക്കെ പറയാൻ നിൽക്കുന്നേ, ഇത് ഈ ആലോചന തന്നെ ഇവക്ക് വന്നതേ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. അച്ഛനും മരിച്ച് 10 പൈസ സ്ത്രീധനം കൊടുക്കാനില്ലാത്തൊരു പെൺകുട്ടിയെ കെട്ടാൻ പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ വരുമെന്നാണോ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പം ശാരദ ജയബാലൻ്റെ
ജയബാലൻ പ്രവീണയുടെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ മകൾ രാഗിണിയെ കൊണ്ടാണ് ഇങ്ങനൊരു രണ്ടാം കെട്ടുകാരനെ കൊണ്ട് പ്രവീണ കല്യാണം കഴിപ്പിക്കാൻ സമ്മതിക്കൂ എന്ന് ചോദിക്കുക. അതെന്ത് വർത്താന ശാരദ നീ പറയുന്നേ? എൻ്റെ മോൾക്ക് അതിൻ്റെ എന്താ ആവശ്യമുള്ളത്? അവൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, പിന്നെ ഇട്ടുമൂടാനുള്ള കാശുമുണ്ട്. അവളുടെ കല്യാണം അത്യാഡംബരപൂർവ്വം നടത്താനുള്ളതെല്ലാം ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുമുണ്ട് എന്ന് പറയാം. അതുപോലെയാണോ ഗംഗയുടെ അവസ്ഥ? പഠിപ്പുണ്ടോ അവൾക്ക്? എന്നാൽ അതിന് തക്ക സ്വർണവും പൊന്നും കൊടുക്കാനുണ്ടോ? ഒന്നും ഇല്ലാത്തപ്പം ഇങ്ങനെയുള്ള ആലോചനകളല്ലേ വരുള്ളൂ. ഇത് തന്നെ ജയബാലേട്ടൻ എത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണെന്ന് എനിക്കറിയാം എന്ന് പറയാം. കൂടുതലൊന്നും പറയേണ്ട പ്രവീണെ, ഇനി ഈ ബന്ധുവായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ജയബാലേട്ടൻ്റെ ഒരു സഹായം ഇനി എനിക്ക് ആവശ്യമില്ല. ഓ, എന്നെ വെല്ലുവിളിക്കാനൊക്കെ ശാരദ വളർന്നോ എന്ന് അപ്പം ജയബാലൻ ചോദിക്കുകയാണേ. ഇത് വെല്ലുവിളിയൊന്നും അല്ല, എന്നെ മറികടന്ന് ഇവക്ക് വേറൊരു കല്യാണം നടത്തി കാണിക്കുന്നത് എനിക്കൊന്ന് കാണണം ശാരദ എന്ന് അപ്പം പറയാം. എന്നെ പിണക്കി വിട്ടിട്ട് എൻ്റെ സഹായമില്ലാതെ നിങ്ങൾ എങ്ങനെ ഈ പുഷ്പവാടി ജീവിക്കും? അതൊന്നും എന്നെ കാണിച്ചു തരണം. ഈ ജയബാലനെ വെറുപ്പിച്ച് വിടുന്നതേ അത്ര നല്ലതൊന്നും അല്ല. അപ്പം കാവേരി മുന്നോട്ട് ഇറങ്ങി വരും. താൻ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്ത സേവനങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തന്നെ കൊണ്ട് എണ്ണി എണ്ണി കണക്ക് പറയിപ്പിക്കുന്ന ദിവസവും വിദൂരമല്ല. താനേ കാത്തിരുന്നോ, ഇറങ്ങിപ്പോകാനല്ലേ അമ്മ തന്നോട് പറഞ്ഞത്. ഇനി താൻ ഒരു സഹായം ചെയ്തുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരാതിരുന്നാൽ മതി എന്ന് കാവേരി പറയണം കേട്ടോ. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും ആകെ മനം അടുത്ത് നിൽക്കുകയാണ് ഗംഗ. അപ്പം ജയബാലൻ അവിടെ നിന്ന് ശാരദയെ വെല്ലുവിളിക്കുകയാണ്. എന്നെ മറികടന്ന് ഇവളുടെ കല്യാണം നീ ഒന്ന് നടത്തി എന്നെ കാണിക്കടി എന്ന് പറഞ്ഞിട്ട് പോവാം. അയാളുടെ ആ പെരുമാറ്റവും ഭാവവും ഒക്കെ കാണുന്ന ശാരദ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ജയബാലൻ തൻ്റെ കുടുംബത്തെ ചതിക്കുമായിരുന്നോ? കാവേരി പറഞ്ഞതൊക്കെ സത്യമായിരുന്നോ എന്നൊരു ചിന്ത ആദ്യമായിട്ട് ശാരദയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ ഗംഗയാണെങ്കിൽ തകർന്ന് നിൽക്കുക. അപ്പോൾ ഗംഗയുടെ അടുത്തേക്ക് കാവേരി ഓടിച്ചില്ല. ഗംഗേച്ചി സാരമില്ല, ഇതിങ്ങനെ അവസാനിച്ചത് എന്തുകൊണ്ട് നന്നായി ഗംഗേച്ചി, ചേച്ചി സങ്കടപ്പെടാതെ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ശാരദയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഗംഗയും കൂട്ടിക്കൊണ്ട് യമുനയും കാവേരിയും നിളയും കൂടി റൂമിലേക്ക് കയറി പോവാണ്. താൻ അറിഞ്ഞതും കണ്ടതും ഒന്നുമല്ല സത്യം, തൻ്റെ മകള് കാവേരിയായിരുന്നു സത്യം എന്നുള്ള ബോധ്യം ആദ്യമായിട്ട് ശാരദയുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും